മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് KLDC. അതിൻ്റെ പാരമ്പര്യം എല്ലാവർക്കും അറിയാം. ഏകദേശം ലാഭനഷ്ടങ്ങളുടെ പേരിൽ KLDC ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സർക്കാർ നിഷേധിക്കരുതെന്ന് KLDC എംപ്ലോയീസ് യൂണിയൻ ATC. കാർഷിക മേഖലയിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന KLDC ജീവനക്കാർക്ക് 2014-2019 ശമ്പള പരിഷ്കരണം ലാഭനഷ്ടങ്ങളുടെ പേരിൽ സർക്കാർ നിഷേധിച്ചിരിക്കുകയാണെന്നും ശമ്പളം പോലും കൃത്യമായി ലഭിക്കാതെ ആശങ്കയിലാണെന്നും ഈ സാഹചര്യത്തിലാണ് KLDC എംപ്ലോയീസ് യൂണിയൻ ATC സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. KLDC എംപ്ലോയീസ് യൂണിയൻ ATC സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ATC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KLDC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് P ബാലചന്ദ്രൻ MLA, ജനറൽ സെക്രട്ടറി G ജയകുമാർ, അഡ്വക്കേറ്റ് സജിലാൽ, സോളമൻ വെട്ടുകാട്, ഷക്കീർ, ബാബു, അനു, ഷീജ എന്നിവർ മാർച്ചും ധർണയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഉയർന്ന തലമുറയുള്ള ബസ്സുകളിൽ ജോലി ചെയ്യുന്ന KLDCയുടെ മുഴുവൻ ജീവനക്കാരും ഇത് എംപ്ലോയീസ് യൂണിയൻ്റെ ATCയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിലും ധർണയിലും പങ്കെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ നിരന്തരമായി സമരം ചെയ്യുന്ന നിരവധി തൊഴിലാളി യൂണിയനുകളുടെ സമരങ്ങൾ നടക്കുന്ന അതിലൊക്കെ പങ്കെടുക്കുന്ന സഖാക്കളാണ് ഞങ്ങളെല്ലാവരും. എന്നാൽ ഇത് വളരെ അഭിമാനകരമായി തന്നെ തോന്നുകയാണ്. ഒരു സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരെയും ഇവിടെ അണിനിരത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നത് സംഘടനയ്ക്ക് കിട്ടിയ വലിയ അംഗീകാരമാണ് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ ഇന്ത്യയിലുടനീളം പുതിയ നിയമങ്ങൾ നടപ്പാക്കുകയാണ്. അങ്ങനെ നടപ്പാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യ മുഴുവൻ ബാധകമാക്കി 4 നിയമങ്ങൾ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. ആ 4 നിയമങ്ങൾ പാസ്സാക്കിയപ്പോൾ നിലവിലുള്ള 29 നിയമങ്ങൾ റദ്ദായി. ആ നിയമങ്ങളില്ല. അതിൽ പെടുന്നതാണ് നമ്മുടെ വേതനവും നമ്മുടെ ആനുകൂല്യങ്ങളും നമ്മുടെ ഓരോ കാര്യങ്ങളും. അപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ഏപ്രിൽ 1 മുതൽ. ഇതിപ്പോൾ രാവിലെ എനിക്ക് ATC ജനറൽ സെക്രട്ടറിയുടെ സഖാവ് അമർജിത് കൗറിൻ്റെ മെയിലിൽ വന്ന കത്താണ് ഇന്ന് രാവിലെ വന്ന കത്ത്. മാർച്ച് മാസം 18-ാം തീയതി ഈ മാസം 18-ാം തീയതി ഡൽഹിയിൽ വലിയ ട്രേഡ് യൂണിയൻ കൺവെൻഷൻ ചെയ്തിട്ടാണ്. ആ കൺവെൻഷൻ്റെ തീരുമാനമനുസരിച്ച് മെയ് മാസത്തിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പണിമുടക്ക് വരികയാണ്. ഏപ്രിൽ 1-ാം തീയതി ഈ പുതിയ നിയമം അതിൻ്റെ ചട്ടങ്ങൾ അതെല്ലാം നടപ്പാക്കുകയാണ് സർക്കാർ. അതെന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, നമുക്കൊരു ഗുണകരമായിട്ടുള്ളതല്ല. എല്ലാം നമുക്ക് എതിരായിട്ടുള്ളതാണ്. നമ്മുടെ തൊഴിലിനെ ബാധിക്കുന്നതാണ്, നമ്മുടെ വേതനത്തെ ബാധിക്കുന്നതാണ്, നമ്മുടെ ആനുകൂല്യങ്ങളെ ബാധിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ വളരെ ഗൗരവമേറിയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് തൊഴിലാളികളുടെ കാര്യങ്ങളിൽ എന്നും ഒരു താല്പര്യമെടുക്കുന്ന തൊഴിലാളി വിഷയങ്ങളിൽ എന്നും ഏത് സന്ദർഭത്തിലും ഒരു അനുകൂലമായ നിലപാടുള്ള ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നമുക്ക് ഇതുപോലെ ഈ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. കാരണം ഈ പറയുന്ന 2-3 ഡിമാൻഡുകളെല്ലാം സർക്കാരിന് വേഗത്തിൽ തീരുമാനിക്കാവുന്ന ഒരുപാട് കാലതാമസത്തിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ല. ഒന്ന്, തൊഴിലാളികൾക്ക് മാന്യമായി, ജീവനക്കാർക്ക്, തൊഴിലാളികളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചേർന്നാണ് ഞാൻ പറയുന്നത്, എംപ്ലോയീസ് വർക്കേഴ്സ് എല്ലാം, തൊഴിലാളികൾക്ക് മാന്യമായി തൊഴിലെടുക്കാനും തൊഴിലെടുത്താൽ അവർക്ക് കിട്ടേണ്ട കൃത്യമായ വേതനം കൃത്യമായി ലഭിക്കുന്നതിനും അതിനുള്ള നടപടികൾ ഉണ്ടാകുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ